തെന്മലയിലാണ്. തെന്മല അഡ്വഞ്ചർ സോണിൽ. ഇവിടുത്തെ കാടിൻ്റെ വന്യത ആസ്വദിച്ച് ഒരു രാത്രി ഇവിടെ ടെൻറ്റിൽ കഴിയാം. ഇതാണ് തെന്മല അഡ്വഞ്ചർ സോണിൻ്റെ ഉള്ളിലെ ഭാഗം. ഇവിടെ 4 ടെൻറ്റുകൾ ക്രമീകരിക്കാൻ സാധിക്കും. ഇപ്പോൾ 3 ടെൻറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ടെൻറ്റുകളിൽ ഒരാൾക്ക് 2 പേർക്ക് ഒരേ സമയം താമസിക്കാൻ സാധിക്കും. പ്രഭാത ഭക്ഷണം ഒപ്പം തന്നെ രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരിക്കും. 2500 രൂപയാണ് ഇവിടെ താമസിക്കാൻ വേണ്ടിയുള്ള ചിലവായി വരുന്നത്. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ എക്സിക്യൂട്ടീവ് സന്തോഷ് സാറുണ്ട്. സാറേ, പ്രകൃതിയെ ആസ്വദിച്ച് പ്രകൃതിയെ അറിഞ്ഞ് കഴിയാൻ സാധിക്കും അല്ലേ? എന്താ നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കാര്യം? ഒന്ന്, നമുക്ക് ഡെയിലി ഈ സ്ഥലത്തെല്ലാം നല്ല തിരക്കായിരിക്കും. വൈകുന്നേരം ഒരു 5 മണി കഴിയുന്നതോടെ ഈ ഏരിയ ഒരു എക്സ്ക്ലൂസീവായിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം താമസിക്കുന്നവർ മാത്രമായിരിക്കും ഇവിടുത്തെ VIP. പിന്നീട് നമ്മുടെ സ്ഥിരം VIPs-ആയ പ്രകൃതിയോട് ചേർന്നുള്ള മൃഗങ്ങളോ പിന്നെ പക്ഷികളോ അവരൊക്കെ ആയിരിക്കും. അന്നേരം ആ ഒരു സൗകര്യം കൊടുക്കുക എന്നുള്ളത്. അതായത് സാറ് പറയുന്നത് ഒരു രാത്രി മൊത്തം വേണമെങ്കിൽ നമുക്ക് ഈ കാടിൻ്റെ നടുവിലിരുന്ന് കാര്യങ്ങൾ സംസാരിച്ച് കാടിനെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റും അല്ലേ? എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒരു രാത്രി മനസ്സിനെയും ശരീരത്തിനെയും തണുപ്പിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം തെന്മലയിലാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടെൻറ്റിലാണ് നമ്മൾ രാത്രി കിടക്കുന്നത്. രണ്ടു പേർക്ക് അന്തിയുറങ്ങാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്രമീകരണമാണ്. ലൈറ്റുണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട്. ടെൻറ്റുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ആദ്യം ക്യാമ്പ് ഫയറാണ്. ക്യാമ്പ് ഫയറിന് വേണ്ടി നമുക്കിപ്പം കുളത്തൂപ്പുഴയിൽ നിന്നുള്ളൊരു ഫാമിലി ഉണ്ട്. അവർ ക്യാമ്പ് ഫയറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിനി ക്യാമ്പ് ഫയറിലേക്ക്. സഞ്ചാരികൾക്ക് വേണ്ടി തയ്യാറാക്കിയ തടാകത്തിന് നടുവിൽ ഇങ്ങനെ തീ കൂട്ടിയിട്ട് ക്യാമ്പ് ഫയർ കൊള്ളുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കുളത്തൂപ്പുഴ സ്വദേശികളായിട്ടുള്ള ഫാമിലി ഉണ്ട്. ഹായ്. അന്തിക്കടപ്പുറത്തോരോലക്കൂടെ എടുത്ത് 4 കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, പരുന്നല്ല, ചേരകളല്ല, ചെമ്മാനം വാഴണ തുറയരയൻ. അങ്ങേ കടലിൽ പള്ളിയുറങ്ങാൻ മൂപ്പര് പോണതാണേ. താങ്ക് യു ചേട്ടാ. കാപ്പി സൂപ്പറാണേ. നീ എന്താ പരിപാടി? നടക്കാൻ പോയല്ലോ. ബാ. സാധാരണ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ രാവിലെ വ്യായാമത്തിനും നടത്തത്തിനുമൊക്കെയുള്ള അവസരം ഉണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാട്ടിനുള്ളിലൂടെ നമുക്ക് പ്രഭാത നടത്തത്തിനുള്ള അവസരമുണ്ട്. പാമ്പോലും ഉണ്ടോ? പാമ്പൊക്കെ കുറവായിട്ടാ. പിന്നെ പന്നികളൊക്കെ, മുള്ളം പന്നിയും അല്ലാത്ത പന്നിയൊക്കെ. മുള്ളംപന്നി ഉണ്ടോ അവിടെ? മുള്ളാണോ? എന്നാ പൊഹിക്കൂ. പിടിച്ച് ചാടുന്നില്ല. അടി കൂടെ പോ. അവസാനം ഈ കൊല്ലം ചെങ്കോട്ട ഇപ്പോഴത്തെ പാതയുടെ സമയത്തെത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന റോഡ് പഴയ റോഡാണ്. പഴയ തിരുവനന്തപുരം ചെങ്കോട്ട റോഡാണ്. ഇതുവഴിയായിരുന്നു ഡാം പണിയുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ തന്നെ സഞ്ചരിച്ചിരുന്നത്. അതായത് പഴയ രാജകീയ പാത. അതാണ് ഈ കാണുന്നത്. അവസാനം നടന്ന് നമ്മൾ ഒരു പാർക്കോറിക്ക് സമീപത്തെത്തി. ഇവിടെയാണ് പഴയ തിരുവനന്തപുരം ചെങ്കോട്ട പാത അവസാനിക്കുന്നത്. ഈ പാർക്കോറി എന്ന് പറയുന്നത് പണ്ട് തെന്മല ഡാം നിർമ്മിക്കാൻ വേണ്ടി പാറ പൊട്ടിച്ചെടുത്ത സ്ഥലമാണ്.
അങ്ങനെ കാടിനുള്ളിൽ ഒരു ദിവസത്തെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. വൈകിട്ട് 5:30 ആരംഭിച്ച് രാവിലെ 9 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. 2500 രൂപയ്ക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റികളിലും പങ്കെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധാരണക്കാരൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു പാക്കേജാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അനുഭവം കൊണ്ട് പറയുകയാണ്, ഇവിടെ വരാൻ പറ്റുന്ന ആൾക്കാരെല്ലാം ഇവിടെ വന്ന് ഒരു ദിവസം ഈ കാടിനുള്ളിൽ താമസിക്കുക. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.